A rod of diameter 50 mm made of mild steel is fitted to a bracket and fixed to a wall with 4 bolts symmetrically placed. The rod is subjected to a tensile stress of 600 Newton per millimeter square. Find the diameter of each bolt if the tensile stress in the bolt is limited to 1000 Newton per millimeter square. ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു 50 mm ഡയമീറ്ററുള്ള ഒരു മൈൽഡ് സ്റ്റീൽ റോഡ് ഒരു ബ്രാക്കറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ ബ്രാക്കറ്റ് ഈസ് ഫിക്സ്ഡ് ടു വാൾ ബൈ യൂസിങ് 4 bolts സിമെട്രിക്കലി പ്ലേസ്ഡ്. റോഡിൽ ഉള്ള ടെൻസൈൽ സ്ട്രെസ് 600 Newton per mm square ആണ്. നമ്മളോട് പറഞ്ഞത് ഡിസൈൻ ചെയ്യാനാണ്, ബോൾട്ട് ഡിസൈൻ ചെയ്യാനാണ്. ഫൈൻഡ് ദ ഡയമീറ്റർ ഓഫ് ഈച്ച് ബോൾട്ട്. അതിലുള്ള ടെൻസൈൽ സ്ട്രെസ് മസ്റ്റ് ബി ലെസ് ദാൻ 1000 Newton per millimeter square. ഇതാണ് പ്രോബ്ലം. അപ്പോൾ ബോൾട്ട് ഡിസൈൻ ചെയ്യണമെങ്കിൽ ബോൾട്ടിൽ എത്ര ലോഡ് വരുന്നു എന്ന് ആദ്യം കാണണം. ലോഡ് നേരത്തെ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ തന്നെ ലോഡിൻ്റെ അടിസ്ഥാനത്തിൽ സ്ട്രെസ് ലിമിറ്റ് വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഫിഗറിലേക്ക് പോവാം. ഇതാണ് ഫിഗർ. റോഡ് ഫിക്സ്ഡ് ടു എ ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ 4 ബോൾട്ട് യൂസ് ചെയ്തിട്ട് അത് വാളിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. റോഡ് ഈസ് അപ്ലൈഡ് ബൈ എ ടെൻസൈൽ ഫോഴ്സ്. റോഡിൽ ടെൻസൈൽ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫോഴ്സ് നമ്മൾ ഒരു സൈഡിൽ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിങ് ഫോഴ്സ് വരും. അപ്പോൾ അത് ടെൻസൈൽ ഫോഴ്സാണ്. രണ്ട് ഭാഗത്തും എഫ് അളവിൽ ടെൻസൈൽ ഫോഴ്സ് ഉണ്ട് റോഡിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ റോഡിലുള്ള ഫോഴ്സ് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യനിൽ പറയുന്നത് ടെൻസൈൽ സ്ട്രെസ് ഇൻ ദി റോഡാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോഡിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ട്രെസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ എത്ര ഫോഴ്സാണ് കൊടുത്തതെന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് നമ്മളോട് പറഞ്ഞത് ബോൾട്ടിന് 2 മെറ്റീരിയൽ ഉണ്ട്. നെക്സ്റ്റ് ബോൾട്ടാണ്. ബോൾട്ട് ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റോഡ് എടുക്കുക. റോഡ് മാത്രം കൺസിഡർ ചെയ്യുന്നു. റോഡിൽ ഡെവലപ്പായിട്ടുള്ള സ്ട്രെസ് തന്നിട്ടുണ്ട്, റോഡിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ അപ്ലൈഡ് ലോഡ് ബൈ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര ഫോഴ്സാണ്, അതിൽ എത്ര ടെൻസൈൽ ഫോഴ്സാണ് റോഡിൽ അപ്ലൈ ചെയ്തത് എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നെക്സ്റ്റ് നമ്മൾ എഫ് ഫോഴ്സാണ് ഈ റോഡിൽ കൊടുത്തതെങ്കിൽ 4 ബോൾട്ട് ഉണ്ട്. ഈ 4 ബോൾട്ടിനും ഈ ഫോഴ്സിൻ്റെ ഒരു ഷെയർ കിട്ടും. 4 ബോൾട്ട് ഉള്ളത് കൊണ്ട് ഈക്വലി പ്ലേസ്ഡ് ആയതുകൊണ്ട്, സിമെട്രിക്കലി പ്ലേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ 4/1 ഫോഴ്സ് ഓരോ ബോൾട്ടിനും കിട്ടും. അത് ആ ഫിഗറിൻ്റെ സൈഡ് വ്യൂ ആണ്, ഫ്രണ്ട് വ്യൂവും കാണാം നിങ്ങൾക്ക് ഫിഗറിൽ. അപ്പോൾ അതാണ് കൺസെപ്റ്റ്. നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് സൊല്യൂഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് മൈൽഡ് സ്റ്റീൽ റോഡ് കൺസിഡർ ചെയ്യുന്നു. ഡയമീറ്റർ ഓഫ് ദ റോഡ് ഈസ് ഗിവൺ 50 mm. ദെൻ ടെൻസൈൽ സ്ട്രെസ് ഓൺ ദ റോഡ് തന്നിട്ടുണ്ട് 600 Newton per millimeter square. അപ്പോൾ സ്ട്രെസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. സോ ഫോഴ്സ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഫോഴ്സ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ദെൻ അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് ഓൺ ദ റോഡ് ഈക്വൽ ടു സ്ട്രെസ് ഓൺ ദ റോഡ് ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദി റോഡ്. അപ്പോൾ സ്ട്രെസ് സിഗ്മ എന്നെടുത്താൽ സിഗ്മ ഇൻറ്റു സർക്കിളാണ് റോഡിൻ്റെ ക്രോസ് സെക്ഷൻ. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ π/4 ഇൻറ്റു ഡയമീറ്റർ സ്ക്വയർ. സോ 600 ഇൻറ്റു π/4 ഇൻറ്റു 50 സ്ക്വയർ എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ ആ റോഡിലുള്ള ലോഡ് കിട്ടും 1177.85 kN എന്ന് കിട്ടും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ലോഡ്, ഈ ടെൻസൈൽ ലോഡ് ഈ റോഡിൽ അപ്ലൈ ചെയ്യുമ്പോൾ ദ റോഡ് ഈസ് ഫിക്സ്ഡ് ടു ബ്രാക്കറ്റ്. ബ്രാക്കറ്റിൽ സിമെട്രിക്കലി പ്ലേസ്ഡ് ആയിട്ടുള്ള 4 ബോൾട്ട് ഉണ്ട്. അപ്പോൾ ഓരോ ബോൾട്ടിനും ഈ ഫോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടില്ല അല്ലേ, ബ്രാക്കറ്റിനാണ് മൊത്തമായിട്ട് കിട്ടുക. അപ്പോൾ അതിൽ ഓരോ ബോൾട്ടിനും ഈ ഫോഴ്സിൻ്റെ 4/1 ലഭിക്കുക. F/4 ഓരോ ബോൾട്ടിലും അപ്ലൈ ആവും.
അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ബോൾട്ടിനെ ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക? ആ ബോൾട്ടിൽ എത്ര ലോഡ് ഉണ്ടെന്ന് ആദ്യം വേണം, അതിൽ എത്ര സ്ട്രെസ് ലിമിറ്റ്, എത്ര വാല്യൂവിൽ കൂടാൻ പാടില്ല എന്ന ഐഡിയ വേണം. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയമീറ്റർ എത്ര വരെ പോകാമെന്ന ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോഴ്സ് ബൈ 4 ആണ് ലോഡ്, സ്ട്രെസ് ലിമിറ്റ് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസൈൻ ഓഫ് ബോൾട്ട് നോക്കാം. അപ്പോൾ ഇനി ഹെഡിങ് ചെയ്ത ഡിസൈൻ ഓഫ് ബോൾട്ട് എന്ന് ഹെഡിങ് ചെയ്ത നമ്പർ ഓഫ് ബോൾട്ട് 4 ആണ്. അപ്പോൾ ടെൻസൈൽ ഫോഴ്സ് പെർ ബോൾട്ട് F/4 കിട്ടും. 294.37 kN ഓരോ ബോൾട്ടിലും കിട്ടും. ഡയമീറ്റർ ഓഫ് ദ ബോൾട്ടാണ് കാണേണ്ടത്. സ്ട്രെസ് ലിമിറ്റ് ഓൺ ദ ബോൾട്ട് 1000 ആണ്. അപ്പോൾ നമുക്ക് സെയിം ഐഡിയ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, സ്ട്രെസ് മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ 1000 ആണ്. മാക്സിമം 1000 വരെ പോകും. അപ്പോൾ സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1000 എന്ന് കൊടുക്കാം. സ്ട്രെസ് ഇസ് ഈക്വൽ ടു 1000 ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ. ലോഡ് എന്താണ്, 294.375 ആണ്. ഒരു ബോൾട്ട്, സിംഗിൾ ബോൾട്ട് മാത്രം എടുക്കുന്നതെങ്കിൽ. അപ്പോൾ ഡിവൈഡർ ബൈ π/4 ഇൻറ്റു ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്, DB എന്ന് കൊടുക്കാം. DB ഡയമീറ്റർ ഓഫ് ദി ബോൾട്ട്. ഇനി കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും.